ഷാലൂസ് മിസ്റ്റിക്കൽ റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാലി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല വിലക്കുറവിലും നല്ല ഹെൽത്തി പ്ലാന്റുകളും കിട്ടുന്ന ഒരു നഴ്സറിയാണ് കേട്ടോ. ഈ നഴ്സറി ഉള്ളത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ട് ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ പാലക്കാട്ട് താഴം എന്ന സ്ഥലത്താണ്. ഈ നഴ്സറിയുടെ പേര് പ്ലാന്റ് ഗാർഡൻ എന്നാണ്. ഒരു വീട്ടുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു നഴ്സറിയാണിത്. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ നിന്ന് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ചെടികളെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, ഒരു ഗാർഡന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇൻഡോറിലും ഔട്ട്ഡോറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഇനം പോട്ടുകൾ, സെറാമിക്കിൻ്റെ പോട്ടുകളും ക്രിസ്റ്റലിൻ്റെ പോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ ഗാർഡന് ആവശ്യമായിട്ടുള്ള ചെറിയ പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ വിത്തുണ്ട്, വളമുണ്ട്. അങ്ങനെ ഒരു ഗാർഡൻ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ലൊരു ചോയ്സും കൂടിയാണ് ഈ നഴ്സറി. ഈ പ്ലാന്റ് ഗാർഡൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് ഓൾ ആക്റ്റീവ് ആക്കിയിട്ടാൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. എന്നാൽ നമുക്ക് നഴ്സറിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ. പ്ലാന്റ് ഗാർഡൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ അകത്ത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടികൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ നല്ല ഭംഗിയാണ്. നല്ല അടുക്കും ചിട്ടയോടുകൂടിയാണ് ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ നഴ്സറിയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തായിട്ട് 2 വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഷേപ്പിലാണ് സെറ്റ് ചെയ്തേക്കണേ. അതും നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ചെടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ നഴ്സറിയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ നഴ്സറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞതും ഞാൻ ഇവിടെ നിന്ന് ചെടികൾ വാങ്ങിക്കണതും. ഇനി നമുക്ക് ചെടികളൊക്കെ ഒന്ന് പരിചയം. നമ്മൾ നഴ്സറിയുടെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഒരു നടുക്കായിട്ട് ഓവൽ ഷേപ്പിൽ 3 തട്ടുകളിലായിട്ടാണ് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തേക്കണേ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കോളിസ് പ്ലാന്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഫിലാഡൻഡ്രോൺ അഡൻസോളി ഉണ്ട്. ഇതിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസീന പ്ലാന്റിൻ്റെ തൊട്ടടുത്തായിട്ട് ക്രോട്ടൺസ് ഉണ്ട്. പിന്നെ ക്രോട്ടൺസും പല വെറൈറ്റി ഇവിടെ ഉണ്ട്. നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഇത് അരീക്കാപ്പാം പല വലിപ്പത്തിലുള്ള അരീക്കാപ്പാം ഇവിടെ ഉണ്ട്. പിന്നെ ഫൈക്കസ് ബോൺസായി അത് പല വർഷം, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു 4 വർഷം പഴക്കമുള്ള ഫൈക്കസാണ്. പിന്നെ തൊട്ടടുത്ത് CC പ്ലാന്റ് ഉണ്ട്. ഡ്രസീന ഇതും ഇത് തന്നെയാണ്, അരീക്കാപ്പാം തന്നെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റാൻഡുകളായിട്ട് നന്നായിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫൈക്കസ് 6 വർഷം പഴക്കമുള്ള ഫൈക്കസാണ്. ഇതൊരു ഫേണാണ്, ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയും. അതിൻ്റെ സൈഡിലുള്ള സ്റ്റാൻഡുകളായിട്ട് മണി പ്ലാന്റ്, പോത്തോസിൻ്റെ പല വെറൈറ്റിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. 2 സൈഡിലും ഇതേപോലെ പല തട്ടുകളായിട്ടുള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഓവൽ ഷേപ്പിലുള്ള സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ചെടികളൊക്കെ നമുക്കൊന്നത് കാണാം. ഈ പ്ലാന്റ് ഗാർഡനിൽ എല്ലാ വെറൈറ്റി ചെടികളുണ്ട്. ഞാൻ ഇത്രയും കളക്ഷനുള്ള നഴ്സറി ആദ്യമായിട്ട് കാണുകയാണ്. ഏത് ചെടി നമ്മൾ ചോദിച്ചാലും ഇവിടെ ഈ നഴ്സറിയിലുണ്ട്. അത് നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ് ഈ നഴ്സറിയിൽ വന്ന് കാണുമ്പോൾ. നമ്മൾക്ക് ചെടികളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാനും വാങ്ങിക്കാനൊക്കെ നല്ലൊരു സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ തന്നെ. ഇത് ഹ്യൂമീല എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇവിടെ ഹാങ്ങിങ് പ്ലാന്റിന് നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇതിപ്പോൾ നമ്മൾക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ഇങ്ങനെ തന്നെ വാങ്ങിച്ചുകൊണ്ടുപോയി നമുക്ക് തൂക്കിയിടാൻ പാകത്തിനുള്ള പോട്ടുകളിലൊക്കെ ആക്കിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണേ. ഇത് മോൺസ്റ്റേറ പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു പോട്ടി തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളത് ഫിലാഡൻഡ്രോൺ അഡൻസോണിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് ഐവി ഉണ്ട്. ഇത് ഒരു സാൻസവേരിയ വെറൈറ്റിയാണ്. സാൻസവേരി വെറൈറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ഇതും സാൻസവേരി വെറൈറ്റി തന്നെയാണ്. മൂൺഷൈൻ എന്ന് പറയും. അതിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. പിന്നെ അതിൻ്റെ ഇത് താഴത്തെ തട്ടിലായിട്ടാണ്. അതിൻ്റെ മുകളിലത്തെ തട്ടിലായിട്ട് അഗ്ലോണിമ വെറൈറ്റിയാണ്. അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക്കായിട്ട് വളർന്നേക്കണ ഒരു പോട്ടിലായിട്ടാണ് ഉള്ളത്. ഒരു 4 5 തൈകളുണ്ട് അതിൽ, ഓരോ തൈയിലും. ഇത് പീസ് ലില്ലിയാണ്. ഇത് ഫിലാഡൻഡ്രോൺ ബെർക്കിൻ എന്ന് പറയും ഈ വെറൈറ്റീനെ. നല്ല ഹെൽത്തി പ്ലാന്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ പ്ലാന്റ്. ഇത് അഗ്ലോണിമ തന്നെയാണ്. ഇനി അഗ്ലോണിമ വെറൈറ്റിയാണ്, അഗ്ലോണിമ പിങ്ക്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് അഗ്ലോണിമ സ്നോ വൈറ്റ്. അതിൻ്റെ തൊട്ടടുത്തുള്ളത് തന്നെ അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ്, അഗ്ലോണിമ അഞ്ചുമൻ എന്ന് പറയും.
ഇവിടുത്തെ അഗ്ലോണിമയിലൊക്കെ മിക്കതിലും തന്നെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ അഗ്ലോണിമ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നഷ്ടമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും 4ഉം 5ഉം തൈകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വേറെ പോട്ടിലേക്ക് ആക്കി 2-3 പോട്ടിലേക്ക് ആക്കി മാറ്റി നടാൻ പറ്റുന്ന ടൈപ്പിലുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ് ഇവിടുത്തെ. ഇതൊരു ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ്, നമ്മുടെ ഹാങ്ങിങ്ങിന് പറ്റുന്ന ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണിത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പോത്തോസാണ്, മാർബിൾ പോത്തോസാണിത്. പിന്നെ സി സി പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഉള്ളത്. ഇത് സി പ്ലാന്റ് ഡ്വാർഫാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ബെർക്കിൻ പ്ലാന്റാണ്. അപ്പുറത്ത് നമ്മൾ കണ്ടില്ല, അതിൻ്റെ ചെറിയ പ്ലാന്റാണത്. പിന്നെ സാൻസെവേരിയ ഫിംഗർ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അലക്കേഷ്യ പോളി ഉണ്ട്. അലക്കേഷ്യ പോളി വലുതും വേറെ ഉണ്ട്. ഇത് ചെറുതാണിത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഡിഫൻബാക്കിയ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഡിഫൻബാക്കിയയുടെ തൊട്ടടുത്ത് തന്നെ ഡിഫൻബാക്കിയയുടെ തന്നെ വേറൊരു വെറൈറ്റി, 2 വെറൈറ്റി ഉണ്ട് തൊട്ടടുത്തായിട്ട്. പിന്നെ അത് കലാത്തിയ ഫിംഗർ. അത് കുറേ ചെടികളുണ്ട്, ഒത്തിരി ചെടികളുണ്ട് കലാത്തിയ ഫിംഗറിൻ്റെ. അതിൻ്റെ തൊട്ടടുത്ത് റബ്ബർ പ്ലാന്റാണ്. റബ്ബർ പ്ലാന്റിൻ്റെ വേരിഗേറ്റഡും ഉണ്ട്. പിന്നെ പെപ്രോമിയ ഓർബ. ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ്. ക്രിപ്റ്റാന്തസ് കുറേ നല്ല കളക്ഷൻ ഉണ്ട്, പല ഷെയ്ഡിലുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട്. വലിയ പോട്ടായിട്ടും ചെറിയ പോട്ടായിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പൈസ അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ജെയ്ഡിൻ്റെ വേരിഗേറ്റഡ് ആണ്. അത് നല്ലൊരു കളക്ഷൻ ഉണ്ട്, പല വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. ഇതും ക്രിപ്റ്റാന്തസിൻ്റെ തന്നെ ചെറിയ പോട്ടിലുള്ളത്. ഇത് എച്ചിവേരിയ എന്ന് പറയും, ഒരു സക്കുലൻ്റ് ആണ്. ഇത് ഇനിയിപ്പോൾ കാണുന്നതും അഗ്ലോണിമയുടെ വെറൈറ്റി. ഇത് ഫിറ്റോണിയ പല ഷെയ്ഡിലുള്ള ഫിറ്റോണിയ ഇവിടെ ഉണ്ട്. ചെടി ക്രിപ്റ്റാന്തസ് ടൈഗർ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സാൻസവേരിയയുടെ പല വെറൈറ്റി ഉണ്ട്. ഇത് ജെയ്ഡ് വേരിഗേറ്റഡ് ആണ്. ജെയ്ഡിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്, നല്ല പോട്ട് തിങ്ങി നിറഞ്ഞ് നല്ല ഭംഗിയിലുള്ള ജെയ്ഡിൻ്റെ ചെടികളാണ് ഇവിടെ ഉള്ളത്. അത് വേരിഗേറ്റഡും അല്ലാത്തതും ഉണ്ട്.
ഇത് പെഡിലാൻഡസ് വേരിഗേറ്റഡ്. ഇത് ഒരു അഗ്ലോണിമയുടെ ചെടി തന്നെയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സാൻസവേരിയയുടെ വെറൈറ്റികൾ ഒത്തിരി ഉണ്ട്. പിന്നെ കലാത്തിയുടെ വെറൈറ്റികൾ, ഇത് ഒത്തിരി കലാത്തയുടെ വെറൈറ്റികളുണ്ട്. പ്ലാന്റിയ ഗാർഡനിലെ കാക്ടസ് ആൻഡ് സക്കുലൻസിൻ്റെ സെക്ഷനാണ്. ഒത്തിരി വെറൈറ്റി കാക്ടസും സക്കുലൻസും ഇവിടെയുണ്ട്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ കാണാം.
ഇനി നമുക്ക് ഇവിടുത്തെ പോട്ടുകളുടെ കളക്ഷൻ ഒന്ന് കാണാം. ഒത്തിരി പോട്ടുകളുണ്ട് ഇവിടെ. ഹാങ്ങിങ് പോട്ടുകളായിട്ടും വെർട്ടിക്കൽ ഗാർഡൻ്റെ പോട്ടുകളായിട്ടും ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാനൊക്കെ പറ്റിയ ഒത്തിരി പോട്ടുകളുണ്ട്. സെറാമിക് പോട്ട്, ക്രിസ്റ്റലിൻ്റെ പോട്ട്, പിന്നെ നമ്മുടെ ക്യാക്ടസും സക്കുലൻസൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ പോട്ടുകൾ, വീടിനെ അലങ്കരിക്കാൻ പറ്റിയ നല്ല മനോഹരമായ പോട്ടുകൾ എല്ലാം ഇവിടെയുണ്ട്. ക്ലേയുടെ പോട്ടുകളുണ്ട്. അതെല്ലാം നമുക്ക് നല്ല റീസണബിൾ റേറ്റിനും കിട്ടുകയും ചെയ്യും. ഈ നഴ്സറിയിലെ മുഴുവൻ ചെടികളും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇനിയും ഒത്തിരി ചെടികൾ ഇവിടെയുണ്ട്. ഈ നഴ്സറിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എന്തെങ്കിലും അന്വേഷണങ്ങൾക്കോ സംശയങ്ങൾക്കോ ഈ നഴ്സറീനെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഈ പ്ലാന്റ് ഗാർഡന് ഒരു ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.